നമസ്കാരം. മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈഗോ മാറ്റി വെക്കണം. എന്നാലേ നമുക്ക് മാറാനുള്ളൊരു മനസ്സ് വെക്കാൻ സാധിക്കും. ഇന്ന ജോലിയെ ചെയ്യൂ, ഇനി അത് അവിടുന്ന് മാറാൻ ഈഗോ സമ്മതിക്കുന്നില്ല. ഈ ഈഗോ കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ജോലി വളരെ നല്ലതായിരുന്നു, ഈ ജോലിയോളം നല്ല ജോലി വേറെ ഇല്ല എന്നൊക്കെ പല അവസരത്തിൽ നമ്മൾ പറഞ്ഞു കാണും. ഇല്ലെങ്കിൽ എൻ്റെ ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ ചില നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാനുകളൊക്കെ പറയുമ്പോൾ ഈ പ്ലാൻ ഭയങ്കര പ്ലാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളി മറിച്ചിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് അത് ആ പ്ലാനിലൂടെ വിജയിച്ചു പോകാൻ സാധിക്കുന്നില്ല. 3 വർഷമായി, 4 വർഷമായി, 15 വർഷമായി, 20 വർഷമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴും മുന്നോട്ട് പോകാതെ, മാറ്റം വരുത്താതെ, അന്നും പറഞ്ഞ് കോടീശ്വരനായി ബില്യണേഴ്സ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇന്നും ഒന്നും അല്ലാതെ ആൾട്ടോ കാറും, ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അതൊന്നും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അവരുടെ ആ ഒരു ഈഗോ ആണ് അവർക്ക് മാറാൻ സാധിക്കാറുള്ളത്. ഈഗോ ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നു, നാളെ മാറാൻ നമുക്ക് ഈഗോ വെടിയണം. കാരണം ഈഗോ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും മാറാൻ സാധിക്കില്ല, മാറി പറയാൻ സാധിക്കില്ല. ഇന്നലെ വരെ സംസാരിച്ചതും പെരുമാറിയതും പ്രവർത്തിച്ചതും വലിയ സംഭവമായിരിക്കാം, പക്ഷെ ഇന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ആ തിരിച്ചറിവിനെ നമ്മൾ തിരിച്ചറിവായിട്ട് ഉൾക്കൊള്ളണം. ഇന്നലെ വരെ വിശ്വസിച്ചതൊന്നും ശരിയല്ല എന്നുള്ള ആ പ്രമാണങ്ങൾ, അല്ലെങ്കിൽ ആ കമ്പനി, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിക്കോട്ടെ, അത് ശരിയല്ല എന്ന് മനസ്സായാൽ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പുതിയ നൂതനമായ ടെക്നോളജിയിലെ പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ പഠിക്കുകയും മാറാനൊരു മനസ്സുണ്ടാക്കണം. എങ്കേ മാറ്റം നമുക്ക് സാധിക്കൂ. അപ്പോൾ ഈഗോ വെടിഞ്ഞ് പുതിയ മാറ്റത്തിലേക്ക് ആവട്ടെ, നിങ്ങൾ സമ്പന്നരാവാൻ വളരെ സാധിക്കട്ടെ. അത്രയും മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.